ലളിതമായ ഫോർമുല നിങ്ങളെ പണക്കാരനാക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞ പണത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ പോലും ഈ ഒരു ഫോർമുല വലിയ നേട്ടങ്ങൾ നമുക്ക് കൊണ്ടുതരും. ഇതിനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നടത്താൻ പറ്റും. ഈ ഫോർമുല ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പലരും ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന്. ഇന്ന് നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. മറ്റൊന്നുമല്ല, 8th വണ്ടർ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് നിങ്ങളും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പണം കോമ്പൗണ്ടഡ് ആവും, നമ്മൾക്കത് കോമ്പൗണ്ട് ചെയ്ത് ഒരുപാട് റിട്ടേൺസ് തരും എന്നുള്ളത്. പക്ഷേ എന്താണ് കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ശരിക്കും അർത്ഥമാകുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് ട്രൂ മീനിങ്? നമുക്ക് നോക്കാം. റെഡി അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. കോമ്പൗണ്ടിങ് എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുക എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. നമ്മൾ സ്കൂളിൽ പഠിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല? വെറുതെ അല്ല പൈസയും സമ്പാദിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ ഓർക്കണ്ടേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഫോർമുല ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടാവും. അറിയുന്ന ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ ഫോർമുല ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഫോർമുല പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ട്രൂ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല ഇതാണ്: S=P × 1 + R⁴n. ഈ ഫോർമുല കണക്കാക്കുന്നത് നമ്മളുടെ പണം സമയം കൊണ്ട് എങ്ങനെ വളരുന്നു എന്നാണ്. ഇവിടെ P എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന ആദ്യത്തെ തുക, അതായത് മുതൽ മുടക്ക്. ഫോർ എക്സാമ്പിൾ, അത് 1 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഇനി R എന്ന് പറയുന്നത് വാർഷിക വരുമാനം, അതായത് വളർച്ചാ നിരക്ക്. ഇവിടെ ഉദാഹരണത്തിന് നമ്മളത് 10% എടുക്കുന്നു. ഇനി N എന്ന് പറയുന്നത് കാലയളവ്, ടൈം, പണം വളരാൻ വേണ്ട സമയം. ഉദാഹരണത്തിന് ഇവിടെ 5 വർഷം എന്ന് എടുക്കാം. ഇനി എങ്ങനെയാണ് കോമ്പൗണ്ടിങ് വർക്കാവുക? ഒന്നാമത്തെ വർഷം നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിന് 10% വളർച്ചാ നിരക്ക് ഒരു വർഷം ലഭിച്ചു കഴിഞ്ഞാൽ വർഷാവസാനം നമ്മൾക്ക് 1,10,000 രൂപ കിട്ടുന്നു. രണ്ടാമത്തെ വർഷം ഈ 1,10,000 രൂപക്ക് നമ്മൾക്ക് 10% വളർച്ചാ നിരക്ക് കിട്ടുന്നു, അതായത് 1,21,000 രൂപ. ഇവിടെ നമുക്ക് പലിശയുടെ മോളാണ് പലിശ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ വർഷം 1,21,000 രൂപയുടെ 10%, അതായത് 1,33,100 രൂപ. ഇങ്ങനെ അഞ്ചാമത്തെ വർഷം നമ്മൾക്ക് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഫോർമുല പ്രകാരം ആകത്തുക, അതായത് സം എന്ന് പറയുന്നത് 1,61,050 രൂപയാവും. കോമ്പൗണ്ടിങ് ഇല്ലെങ്കിൽ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർമുല എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും 10%, അതായത് 1 ലക്ഷത്തിന്റെ 10%-മായ 10,000 രൂപ കൂടിയിട്ട് അഞ്ചാമത്തെ വർഷം നമ്മൾക്ക് 1,50,000 രൂപ കിട്ടും. നേരെ മറിച്ച് അത് കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ 1 ലക്ഷം രൂപ 1,61,050 രൂപയാവും. കാരണം ഇവിടെ പലിശേൻ്റെ മുകളിൽ പലിശ കിട്ടും. അപ്പോൾ ഇതാണ് ഫോർമുല. ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? നമ്മളെ പണക്കാരനാക്കുന്നത് ഈ കോമ്പൗണ്ടിങ് ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുലയിൽ 3 വേരിയബിൾസ് ആണ് ഉള്ളത്. ഒന്ന് P, അതായത് നമ്മൾ ഇടുന്ന തുക, ഓക്കെ. മറ്റൊന്ന് R, റിട്ടേൺസ്, നമ്മൾ കിട്ടുന്ന വളർച്ചാ നിരക്ക്. മൂന്നാമത്തത് N, ടൈം. ഈ 3 വേരിയബിൾസ് വെച്ചാണ് നമ്മൾ പണക്കാരനാവുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ഈ 3 വേരിയബിൾസിൽ 2 വേരിയബിൾസ് മാത്രമേ നമ്മളുടെ കൺട്രോളിലുള്ളൂ. അതായത് P-യും N-ഉം, നമ്മൾ ഇടുന്ന എമൗണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും. അത് രണ്ടും മാത്രമേ നമ്മളുടെ കൺട്രോളിലുള്ളൂ. നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു സാധനമാണ് R, റിട്ടേൺസ്. പക്ഷെ നമ്മൾ പലരും ചെയ്യുന്നത് എന്താ? ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതെനിക്കൊരു 100% റിട്ടേൺസ് കിട്ടുന്നു, അങ്ങനെ എനിക്ക് 2 ലക്ഷം രൂപയാവുന്നു. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ എനിക്ക് ഇത്ര ശതമാനം റിട്ടേൺസ് കിട്ടുന്നു, അപ്പോൾ എനിക്ക് ഇത്ര പൈസ തിരിച്ചു കിട്ടുന്നു. നമ്മളുടെ ഫോക്കസ് മൊത്തം ആ R-ലാണ്, റിട്ടേൺസ് ആണ് നമ്മളിങ്ങനെ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എല്ലാ കണക്കുകളും നമ്മൾ മനക്കോട്ട കെട്ടുന്നത് ഈ R വെച്ചാണ്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ R നമ്മളുടെ കൺട്രോളിലില്ല. നമ്മൾക്ക് പണക്കാരനാവണമെന്നുണ്ടെങ്കിൽ P-യും N-ഉം വെച്ച് കളിക്കണം. അതെങ്ങനെ കളിക്കണം എന്നല്ലേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. നമുക്ക് ആദ്യം N എടുക്കാം, അതായത് സമയം എടുക്കാം. ഈ സമയം വെച്ചുള്ള കാൽക്കുലേഷൻ കാണിക്കാനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് 15-15-15 റൂൾ. എന്താണത്? അതായത് നമ്മൾ എല്ലാ മാസവും 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിന് 15% റിട്ടേൺസ് നമ്മൾക്ക് കിട്ടുവാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് 1 കോടി രൂപയാവും. അതാണ് 15-15-15 റൂൾ. അപ്പോൾ ഈ ഇവിടെ N എന്ന് പറയുന്നത് 15 ആണ്, 15 ഇയേഴ്സ്. ഈ 15 ഇയേഴ്സിനെ ഞാൻ 30 ഇയേഴ്സ് ആക്കുന്നു, N കൂട്ടുന്നു. അപ്പോൾ ഈ 1 കോടി 2 കോടിയാണോ ആവുക? അല്ല, 1 കോടി 10 കോടിയാവും. അതായത് സമയം 2 ഇരട്ടി ആക്കുന്ന സമയത്ത് ആകത്തുക 10 ഇരട്ടിയാവും. സോ ടൈം ക്യാൻ ബ്രിങ് ലോട്ട് ഓഫ് മാജിക്.
അപ്പം നിങ്ങൾ പറയും, ഓ ഈ 30 കൊല്ലമൊക്കെ കാത്തുക്കണ്ടേ, വേറെ പണിയില്ല. 30 കൊല്ലം കണക്ക് കൂട്ടുന്ന സമയത്ത് ഇൻഫ്ലേഷനൊക്കെ കണക്ക് കൂട്ടണ്ടേ, അപ്പോൾ 10 കോടി കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല, ഇൻഫ്ലേഷൻ കൊണ്ട് അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ കുറയും, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും. ഓക്കെ, നിങ്ങൾക്ക് പണക്കാരനാവണം അല്ലേ, പക്ഷെ നിങ്ങൾക്ക് എൻ വെച്ച് കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നമ്മളുടെ കയ്യിലുള്ള 2 കൺട്രോളിങ് വേരിയബിൾ എന്ന് പറയുന്നത് പിയും എന്നും ആണ്. എന്നെ വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല, അതായത് ഇത്രയും സമയമൊന്നും മുടക്കാൻ വയ്യ, പെട്ടെന്ന് പൈസക്കാരനാവണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പി കൂട്ടണം. 6ന് തുടരുത്. 6 നമ്മൾ കൺട്രോളിലില്ല. ഓക്കെ, 6 വെച്ചൊരിക്കലും കണക്കുകൾ കൂട്ടാൻ പാടില്ല. പിയിൽ തുടങ്ങണം. പി വെച്ച് എങ്ങനെ പണക്കാരനാവാം? ലെറ്റ്സ് സി. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാൽക്കുലേഷൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കാൽക്കുലേഷൻ. ഇവിടെ ഞാൻ പി ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ ഓഫ് ഇയേഴ്സ് എല്ലാ കേസിലും, അതായത് എൻ എന്ന് പറയുന്ന ആ വേരിയബിൾ എല്ലാ ഇയേഴ്സിലും കോൺസ്റ്റന്റ് ആക്കി. അതുകൊണ്ട് അവസാന തുകയിൽ നമ്മൾ ഇൻഫ്ലേഷൻ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എല്ലാ കേസിലും 10 വർഷം കഴിഞ്ഞ് എത്രയാണ് എനിക്ക് കിട്ടുന്ന ആകത്തുക, അതാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ 2000 രൂപ ഇടുന്നു. 2000 രൂപ ഞാൻ 10 വർഷത്തേക്ക് 10% റിട്ടേൺസിൽ ഇട്ട് കഴിഞ്ഞാൽ 2000 രൂപ പെർ മന്ത് ആണേ. പെർ മന്ത് ഇട്ട് കഴിഞ്ഞാൽ അത് 4,13,104 രൂപയാവുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 2000 എന്നുള്ളത് 4000 ആക്കുന്നു, ഇരട്ടിപ്പിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ റിട്ടേൺസ് 10% ആക്കുന്നില്ല, കുറച്ചു 8% ആക്കി. ആ 8% ആക്കിയപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് എനിക്ക് കിട്ടുന്നത്? 7,36,663 രൂപ. അതായത് ഇരട്ടിച്ചു. ഈവൻ ഞാൻ റിട്ടേൺസ് കുറച്ചിട്ടും എനിക്ക് വലിയൊരു തുകയാണ് ഇവിടെ ടോട്ടലായിട്ട് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? എൻ്റെ പി ഞാൻ 2 മടങ്ങാക്കി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 8% റിട്ടേൺ ആക്കുന്നില്ല, ഞാൻ കുറച്ചും കൂടി കുറക്കുന്നു, 6% റിട്ടേൺ ആക്കുന്നു. 6% എന്ന് പറയുന്നത് ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെക്കാളും കുറവാണ്. ഓക്കെ, അങ്ങനെ എടുത്താൽ പോലും, അത്രയും റിസ്ക് ഫ്രീ റിട്ടേൺ എടുത്തിട്ട് പോലും എനിക്ക് 6,58,795 രൂപയാണ് കിട്ടുന്നത്. അതായത് 4 ലക്ഷത്തിനേക്കാളും എത്രയോ മുകളിൽ. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പി ഇവിടെ ഇരട്ടിപ്പിച്ചതുകൊണ്ട്. അപ്പം നിങ്ങൾ പറയും, 2000 രൂപക്ക് കുറച്ച് റിട്ടേൺസ് കൂട്ടി കൊടുത്താൽ പോരെ, അപ്പോൾ ടോട്ടൽ കൂടുമല്ലോ. ഓക്കെ, എന്നാൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ 2000 രൂപക്ക് 12% റിട്ടേൺസിൽ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും എനിക്ക് 4,64,678 രൂപയാവുന്നുള്ളൂ. ഞാൻ കുറച്ചും കൂടി കൂട്ടി 15% റിട്ടേൺസ് എടുത്തു. 15% എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിട്ടേൺ ആണ്. അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴും 2000 ഞാൻ മാസം ഇൻവെസ്റ്റ് ചെയ്യാണ് 10 വർഷത്തേക്കെങ്കിൽ 5,57,315 രൂപയാവുന്നുള്ളൂ. 4000 ഇട്ടപ്പോൾ റിസ്ക് ഫ്രീ റിട്ടേൺ 6% കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ പണത്തിനേക്കാളും കുറവാണ് 15% റിട്ടേൺസിൽ 2000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ 10,000 രൂപയാണ് ഇടുന്നത്. 10% റിട്ടേൺസിൽ ഞാൻ 10,000 രൂപ ഇടുന്നു. അങ്ങനെയാണെങ്കിൽ അത് 20,65,520 രൂപയാവും. സോ ഡിഡ് യു സീ ദ മാജിക്? പി കൂട്ടിയാലും യു ക്യാൻ സീ ദ മാജിക്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? പണക്കാരനാവണമെന്നുണ്ടെങ്കിൽ പിയും എന്നും വെച്ച് കളിക്കണം. നിങ്ങൾക്ക് സമയം കുറവാണോ എങ്കിൽ പി കൂട്ടുക. നിങ്ങൾക്ക് പി കുറവാണ്, സമയമുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ കൂട്ടുക. ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. നമുക്കറിയാം പലർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയൊരു തുക ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ 500 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ 500 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാണ്. 12% റിട്ടേൺസ് ആണ് അതിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 45 വർഷം അദ്ദേഹം കണ്ടിന്യൂസ്ലി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് കോടീശ്വരനാവാം, 1 കോടി രൂപ കിട്ടും. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? പിന്നെ 45 കൊല്ലമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകല്ലേ, വേഗം എനിക്ക് പൈസക്കാരനാവണം. വേഗം പൈസക്കാരനാവണമെങ്കിൽ എന്ത് ചെയ്യണം? 500 എന്നുള്ളത് കൂട്ടി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 5000 രൂപ ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു എല്ലാ മാസവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം 26 വർഷത്തിനുള്ളിൽ കോടീശ്വരനാവാം. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് കൂടുതൽ പണമുണ്ട്, അപ്പോൾ നിങ്ങൾ 5000 എന്നുള്ളത് 50,000 ആക്കിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 26 എന്നുള്ളത് 10 ആവും. അതായത് 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ കോടീശ്വരനാവും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങളുടെ അടുത്ത് പണമുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമുണ്ട്, പിയും ഉണ്ട്, എന്നും ഉണ്ട്, അതായത് ടൈമും ഉണ്ട്. അങ്ങനെയാണെങ്കിലോ 25 വർഷത്തിൽ നിങ്ങൾ 50,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 9.49 കോടി നിങ്ങൾക്ക് കിട്ടും. അത് 45 കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ 108 കോടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പിക്കും എന്നിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളടുത്ത് സമയമില്ലേ, പണക്കാരനാവണോ? പി കൂട്ടുക, അതായത് ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കൂട്ടുക. ഇനി പണമില്ല പക്ഷെ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ കൂട്ടുക. ആ എൻ കൂട്ടുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് വർഷം കഴിയുമ്പോൾ വലിയൊരു മാജിക് സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും വില മനസ്സിലാക്കി നമ്മൾ പിയും എന്നും ഒരുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വലിയൊരു മാജിക് കാണാൻ പറ്റും. നമ്മുടെ ലൈഫിലും ഇത് അപ്ലിക്കബിൾ ആണ്. അതായത് ഈ പി എന്ന് പറയുന്നത് നമ്മളുടെ എഫേർട്ടാണ്. നമ്മൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരുന്നു, അതാണ് നമ്മുടെ എഫേർട്ട്.
ലൈഫിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പല രീതിയിലുള്ള എഫേർട്സ് എടുക്കും ലൈഫിൽ. ആൻഡ് എന്ന് പറയുന്ന സമയം നമ്മൾ ആ റിസൾട്ട്സ് കിട്ടുന്നവരെ ഈ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പോയിന്റിൽ എന്നിൻ്റെ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് നമുക്ക് മാജിക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇന്ന് 100 മീറ്റർ നടക്കുന്നു, നാളെ നിങ്ങൾ അതിൻ്റെ ഇരട്ടി, അതായത് 200 മീറ്റർ നടക്കുന്നു, മറ്റന്നാൾ 200ൻ്റെ ഇരട്ടി 400 മീറ്റർ നടക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 ദിവസത്തിനുള്ളിൽ ഈ ഭൂമിനെ ചുറ്റാൻ പറ്റും, അറിയോ? പക്ഷേ നിങ്ങൾ 10ാമത്തെ ദിവസം നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വെറും 77 കിലോമീറ്ററേ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ. ബാക്കി മാജിക് ഉള്ളത് ആ 10 ദിവസം കഴിഞ്ഞാണ്. അതാണ് ലീനിയർ ആൻഡ് എക്സ്പോണൻഷ്യൽ കർവിൻ്റെ വ്യത്യാസം. പക്ഷെ പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, 6 വെച്ചാണ് ഫുള്ള് കാൽക്കുലേഷൻ. റിട്ടേൺസ് 100%, റിട്ടേൺസ് 500%. ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതൊരു 5000 മടങ്ങ് കൂടുന്നു, ഞാൻ കോടീശ്വരനാവുന്നു. ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഓഫ് കോഴ്സ് 5000 മടങ്ങൊക്കെ കൂടാം, പക്ഷെ അത് നമ്മളുടെ കൺട്രോളിലല്ല. നമ്മളുടെ കൺട്രോളിലുള്ള സാധനം വെച്ച് മാത്രം നമ്മൾ കളിക്കുക. ഭഗവത്ഗീതയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, എന്താണ്, റിസൾട്ട്സ് ഓറിയൻറ്റഡ് ആവരുത്. റിസൾട്ട്സ് നോക്കിയിട്ട് നമ്മൾ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്യുക, ഫൈനലി റിസൾട്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് തൊട്ട് ഈ കോമ്പൗണ്ടിങ് ഫോർമുലേൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. പി കൂട്ടിക്കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കണം, ഇൻകം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കണം, പേഷ്യൻസ് ഉണ്ടാക്കണം. കണക്കുകൾ പറയുന്നത് 40% ആൾക്കാർ 2 വർഷത്തിന് ശേഷം SIPs ഒക്കെ നിർത്തുന്നു എന്നാണ്. അപ്പോൾ ആരും ഒരുപാട് വർഷത്തേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പലരും സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വൈകിപ്പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പി കൂട്ടി കൊടുക്കണം, ഇടുന്ന എമൗണ്ട് കൂട്ടി കൊടുക്കണം. അങ്ങനെ നമ്മൾക്ക് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യിപ്പിക്കാം. പി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇൻകം കൂട്ടാനുള്ള വഴികൾ ചിന്തിച്ചു തുടങ്ങണം. അത് എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു ചിന്ത. അതായത് പിയും കൂടി കൂട്ടണം എന്നുള്ളത്. മാത്രം പോരാ, പിയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് വലിയൊരു മാജിക്, ആ മാജിക്കിൻ്റെ ആക്കം എനിക്ക് കൂട്ടാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ഫിനാൻസ് റിലേറ്റഡ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓൾറൈറ്റ്, ടേക്ക് കെയർ, ബൈ.